സാബു സാർ. വാക്കുകൾക്ക് അധീനനായ മനുഷ്യൻ. കേവലം വാക്കുകളിൽ ഉൾച്ചേർന്നിരിക്കുന്ന നന്മയും മൗലികതയുമല്ല, അദ്ദേഹത്തോടൊപ്പം ചേർന്നിരിക്കാൻ കൂടുമ്പോൾ ഇമ്പമുള്ളതായ സ്നേഹത്തിൻ്റെ, പരിഗണനയുടെ, സൗഹൃദത്തിൻ്റെ പുതിയ സ്വരങ്ങളായി പരിണമിച്ച സംഗീതാത്മകത. പറയാതെ പറയുന്ന സ്നേഹഭാഷ്യം. അത്രമേൽ വലിയ യാഥാർത്ഥ്യങ്ങളിലും നിശബ്ദതയുടെ കൂട്ടുപിടിച്ച് ക്ഷമയുടെ പുതുമേച്ചിൽ പുറങ്ങൾ തുറന്നിട്ട കുലീന നേതൃത്വം. ചിലപ്പോഴെല്ലാം ഒരു ചെറു പുഞ്ചിരിയിലൊതുക്കിയ മാനുഷിക ഭാവം. അത്രമേൽ മനോഹരമായ 3 വർഷങ്ങൾ. ഇതൊരു ഭംഗിവാക്കല്ല. നിറഞ്ഞ ഹൃദയത്തിൽ നിന്നെടുത്ത സ്നേഹവും പരിഗണനയും സൗഹൃദവും സ്വാതന്ത്ര്യവും വാത്സല്യവും ആവോളം അനുഭവിച്ച ഞങ്ങൾ. പറയാതെ പറയട്ടെ, ഒരുപാട് കുറവുകളുള്ള ഞങ്ങളെ ചേർത്ത് വെച്ച, കുറവുകളെ നിശബ്ദമായി പരിഗണിച്ച, ചിലപ്പോഴെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും മറന്ന സ്നേഹത്തണലിൽ അഭയം തന്ന മനുഷ്യസ്നേഹിക്ക് നന്ദി. പുതിയിടത്തിലെ ഞങ്ങളെപ്പോലുള്ളവർ ഇനി ആ ഭാഗ്യം അനുഭവിക്കട്ടെ. കാലത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങയുടെ നന്മകൾ ഞങ്ങളിലുണ്ടാവും. അങ്ങ് പഠിപ്പിച്ച ക്ഷമയുടെ പാഠങ്ങൾ ഇനി ഞങ്ങളിലൂടെ പരിലസിക്കും. നന്മയായിരുന്നു, സ്നേഹമായിരുന്നു, മൃദുതുല്യനായിരുന്നു. ആശംസകൾ, സാൻഡി ടീച്ചർ. അത്രമേൽ നിശബ്ദമായി വൈകാരികതയെ ചേർത്തു വെച്ചവർ. പതുക്കെ ശാന്തമായ ഒരു മലയാളം അധ്യാപികയുടെ കുലീനതയിൽ കാര്യങ്ങളെ ചേർത്തു വയ്ക്കുന്നവൾ. തമാശകളിൽ ചേർന്നിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന അധ്യാപിക. ഒരു തിരക്കുകൂട്ടലുമില്ലാതെ മുഖത്ത് വൈകാരിക ഭാവങ്ങൾ മിന്നിമറിയാത്ത, ഏറ്റവും മനോഹരമായി ഏൽപ്പിച്ചുത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന അധ്യാപിക. മലയാളത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സോണി ടീച്ചർ. എല്ലാത്തിനും കൂട്ടായി നിന്ന് ഞൊടിയിടയിൽ പ്രശ്നപരിഹാരം കാണാനും അതീവ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താനും സഹനങ്ങളെ പുഞ്ചിരിയാക്കി മാറ്റിക്കൊണ്ട് സഹകരണത്തിൻ്റെ അതിമനോഹര കാവ്യങ്ങൾ രചിച്ച് കൂട്ടുചേർന്ന് കൂടെയായിരുന്ന നല്ല ദിനങ്ങൾക്ക് നന്ദി. ഉത്തരവാദിത്തങ്ങളുടെ പൂർണ്ണതയും സ്നേഹത്തിൻ്റെ നിഷ്കളങ്കതയും ഒത്തുചേർന്ന വ്യക്തിത്വം സോണി ടീച്ചർ. വലിയ പ്രശ്നങ്ങളെ ചെറു പുഞ്ചിരിയിലൊതുക്കുന്ന നന്മഭാവം. പുതിയ ഇടം ടീച്ചർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. സിസ്റ്റർ ഷീജ എന്നും സിസ്റ്റർ ലീമ എന്നും നാമധേയത്താൽ ധന്യമായ സ്നേഹത്തിൻ്റെ പ്രഭാവലയം. സന്തോഷങ്ങളെ ഉത്സവമാക്കി മാറ്റുന്ന സിസ്റ്റർ. തൻ്റെ സാന്നിധ്യം പ്രകടമാകാതെ ഇരിക്കുമ്പോഴും തിളങ്ങുന്ന മാണിക്യത്തെ പോലെ എല്ലാവരുടെയും മനസ്സിൽ ഇടം തേടുന്ന സ്നേഹ സാന്നിധ്യം. ചിലപ്പോഴെല്ലാം പൊട്ടിച്ചിരിക്കാൻ കൂട്ടുവേണമെന്ന് തോന്നാം. ആത്മീയ പൂർണ്ണതയിലെ സ്നേഹവും സൗഹൃദവും ജീവിതമായി തന്നെ മാറുമ്പോൾ എത്ര മനോഹരമാണ്. സ്കൂളിലെ വാനമ്പാടി, അതാണ് സിസ്റ്റർ ലീമ. എപ്പോഴും മാനുഷികതയുടെ സ്നേഹഭാവം മുന്നിട്ട് നിൽക്കുന്നു. അതൊരു വലിയ സാന്നിധ്യം തന്നെയായിരുന്നു. സ്കൂളിലേക്ക് വരാനുള്ള പ്രചോദനമായിരുന്നു. സഹകരണത്തിൻ്റെയും കഠിനപ്രയത്നത്തിൻ്റെയും നിറസാന്നിധ്യമായിരുന്നു. മലയാളത്തിൽ കവി പറഞ്ഞു വെച്ചതുപോലെ ഈ നിമിഷത്തിൽ പറയാൻ തോന്നുന്നു, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ആശംസകൾ, പ്രാർത്ഥനകൾ. വി വിൽ മിസ് യു ബാഡ്ലി. റജിച്ചേട്ടൻ. പ്രിയപ്പെട്ട റജിച്ചേട്ടാ, ഒരു ആങ്ങളയുടെ സ്നേഹത്തണലിൽ നിറഞ്ഞ 3 വർഷങ്ങൾ. പറയാനും വീറോടെ തിരിച്ചു പറയാനും ഉച്ചിരോടെ പണിയെടുക്കാനും പഠിപ്പിച്ച റജിച്ചേട്ടൻ. തൻ്റെ കഠിന പ്രയത്നത്തിൽ ഒരുക്കിയ പച്ചക്കറി കൃഷികൾ സമയം തെറ്റാതെ ഉച്ചഭക്ഷണത്തിനായി കരുതിയ സ്നേഹമാതൃക. ഒരു വിളിക്കപ്പുറം ബെല്ലും കത്തിയും കൈക്കോട്ടും ഇനി എന്തിനും ഒരുങ്ങി നിൽക്കുന്ന റജിച്ചേട്ടൻ. എപ്പോഴും ഒരു മൂത്ത കാരണവരുടെ സ്നേഹത്തണലിൽ ഞങ്ങളെ ചേർത്ത് വച്ചതിന് നന്ദി. പുതിയ കർമ്മപദം മനോഹരമാകട്ടെ. പ്രാർത്ഥനകൾ, ആശംസകൾ. കൂടെയായിരുന്നപ്പോൾ എല്ലാം മനോഹരമായിരുന്നു. സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും മനോഹര കാവ്യങ്ങൾ രചിച്ചുകൊണ്ട് ജീവിതം അങ്ങനെ അനർഘ നിർക്കളമായി ഒഴുകുകയാണ്. നമ്മൾ നമ്മളെ കണ്ടെത്തിയതും നമ്മളെ വരച്ചു ചേർത്തതും നമ്മൾ പൂർണ്ണരായതും ഇവിടെയാണല്ലോ. ഇനിയും ഇങ്ങനെ വസന്തങ്ങൾ വിരിയട്ടെ. ഇനിയും നമ്മൾ കണ്ടുമുട്ടട്ടെ.
ഒരുപാട് ഇഷ്ടത്തോടെ, പ്രാർത്ഥനയോടെ, ആശംസകളോടെ ഇനിയും കണ്ടുമുട്ടാമെന്ന ഉറപ്പിൽ